الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد حديث പറഞ്ഞാൽ എന്താ യോജനം വാക്കൊക്കെ വിശാലവിടെ ما أضيف إلى النبي صلى الله عليه وسلم من قول أو فعل أو تقرير أو وصف خلقي أو خلقي. അത് പഠിച്ചപ്പോൾ എല്ലാവരും എഴുതിയിട്ടില്ല, പ്രസിനൊന്നുമില്ല. അതാണ് ഹദീസ്. റസൂലുള്ളാഹി തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം, നബിയുടെ സ്വഭാവം, ശാരീരിക വിശേഷണങ്ങൾ, ഇതെല്ലാം ഹദീസിൽപ്പെട്ടതാണ്. ഹദീസ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ പ്രമാണമാണ്. സഹീഹായ ഹദീസ്. സഹീഹായ ഹദീസ് എന്ന് പറയാനുള്ള കാരണം, ഹദീസിൽ എന്തു വരാം? ദഈഫോ അല്ലെങ്കിൽ മൗദൂഉ ആയ ഹദീസ് വരാം. നീ ഇതിനൊപ്പം ബാക്കിയുള്ള ഫുള്ള് മറന്നു വരും. ഹദീസ് ദഈഫോ അല്ലെങ്കിൽ മൗദൂഉ ആവാം. മൗദൂഉ എങ്ങനെ എഴുതാം? ദഈഫ് എന്നാണ് എന്താ? ഇതാണ് മൗദൂഉ. മൗദൂഉ വാദം മനസ്സിലാക്കണ്ട. മൗദൂഉ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണല്ലോ, പിന്നെ അങ്ങനെ ഒരു ഹദീസ് ഉണ്ടാവില്ല, അങ്ങനത്തൊന്നില്ല. ഇല്ലാത്തതിനെ ആരോ പറഞ്ഞുണ്ടാക്കുക, കളവ് പറഞ്ഞുണ്ടാക്കുക, അതാണ് മൗദൂആയ ഹദീസ്. മൗദൂആയ ഹദീസ് നമുക്ക് തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. അതിനെ ഹദീസായിട്ടേ പരിഗണിക്കില്ല. അത് ആരെങ്കിലും ചിലപ്പം അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജനങ്ങളത് അംഗീകരിക്കുമല്ലോ. അങ്ങനെ ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ അവർക്ക് തോന്നിയ പോലെ ഉണ്ടാക്കിയ ഹദീസ്, അതാണ് മൗദൂഅ. ലോകത്ത് മൗദൂആയ ഹദീസ് ഏറ്റവും അധികം ഉണ്ടാക്കിയത് ശിയാക്കളാണ്. കാരണം അഹ്ലുസുന്ന വൽ ജമാഅത്തിന് ഇല്ലാത്ത ചില വിശ്വാസങ്ങളും ചില ആചാരങ്ങളും ചില പ്രോഗ്രാമുകളും ഒക്കെ ഉണ്ടാക്കാൻ അവർക്ക് തെളിവ് വേണം. ഖുർആൻ എന്തായാലും ഉണ്ടാവില്ല. പക്ഷെ ഹദീസ് നോക്കും. അഹ്ലുസുന്നത്ത് വൽ ജമാഅ മുസ്ലിമീങ്ങൾ ഹദീസ് പരിശോധിക്കും. അപ്പൊ ഹദീസിലും അങ്ങനെ ഒന്നും ഇല്ലാതെ കണ്ടാൽ അവർക്ക് ഇതൊന്നും ജനങ്ങളോട് പറയാൻ സാധിക്കില്ല. അപ്പൊ അവർക്കൊരു പിൻബലം വേണം, തെളിവ് വേണം. അതിനവർ സ്വയം ചെയ്തു പല ഹദീസുകളും സ്വന്തം ഉണ്ടാക്കി വിട്ടു. അതാണ് മൗദൂആയ ഹദീസ്. അത് നമ്മൾ സ്വീകരിക്കില്ല, നമ്മളെ തെളിവിന് എടുക്കില്ല. നമുക്ക് എങ്ങനെയാണ് ആ ഹദീസ് മൗദൂഅ് ആണെന്നൊക്കെ മനസ്സിലാവുക? അതിന് നമ്മൾ ഹദീസിന്റെ പണ്ഡിതന്മാരെ ഫോളോ ചെയ്യും. ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ സംരക്ഷിക്കുന്ന പോലെ തന്നെ ഹദീസിനെയും സംരക്ഷിക്കും. ഹദീസിനെ സംരക്ഷിക്കാൻ അല്ലാഹു തർത്തീബ് ചെയ്ത ആളുകളാണ് മുഹദ്ദിസുകൾ. മുഹദ്ദിസ് എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ പണ്ഡിതന്മാർ. ഖുർആന്റെ തഫ്സീറിന്റെ പണ്ഡിതന്മാർക്ക് എന്താ പറയാ? മുഫസ്സിർ. തഫ്സീറിന്റെ പണ്ഡിതന്മാർക്ക് പറയുന്ന പേരാണ് മുഫസ്സിർ. ഹദീസ് പണ്ഡിതൻ പറയുന്ന പേരാണ് മുഹദ്ദിസ്. ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർക്കോ ഫഖീഹ്. ഫഖീഹ് പഠിച്ചു നോക്കണം. ഹദീസുമായി ബന്ധപ്പെട്ട എഴുതുന്ന ആളുകളാണ് മുഹദ്ദിസ്.
തഫ്സീറിന്റെ പണ്ഡിതന്മാരാണ് മുഫസ്സിർ. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് മുഫസ്സിറാണ്. ഇമാം സഅദി മുഫസ്സിറാണ്. തഫ്സീറിന്റെ പണ്ഡിതന്മാർ. ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർക്ക് പറയുന്നതിനാണ് ഫഖീഹ്. ഫഖീഹ് ഫിഖ്ഹ് പണ്ഡിതൻ. ശരി. അപ്പൊ മുഹദ്ദിസീങ്ങളാണ് നമുക്കത് വേർതിരിച്ച് മനസ്സിലാക്കി തരിക. അങ്ങനെ അത് വേർതിരിച്ച് പഠിക്കാനും ഒക്കെ കഴിവുള്ള ആളുകളെ അല്ലാഹു ദുനിയാവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് ദഈഫ്. ദഈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ സനദിൽ തെറ്റുകളുള്ള ഹദീസ്. ഹദീസ് രണ്ട് ഭാഗമാണ്, മദ്നും സനദും. ഹദീസിൽ എപ്പോഴും രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും, മദ്നും സനദും. മദ്ൻ എന്ന് പറഞ്ഞാൽ ആ കണ്ടന്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വാക്കിനാണ് മദ്ൻ എന്ന് പറയുന്നത്. സനദ് എന്ന് പറഞ്ഞാലോ ആ വാക്ക് നമ്മളിലേക്ക് എത്തുന്നത് വരെയുള്ള ചെയിൻ. അപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു ഹദീസ് പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അതാണ് മദ്ൻ. ഹദീസിന്റെ മദ്ൻ അതാണ്. നബി പറഞ്ഞ വാക്കതാണ്. അത് എനിക്ക് എടുത്ത് കിട്ടി എന്റെ ഉസ്താദിന്റെ അടുത്ത്, മൂപ്പർക്ക് എടുത്ത് കിട്ടി മൂപ്പർ ഉസ്താദിന്റെ അടുത്ത്. അങ്ങനെ അങ്ങനെ പോയി 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 അതിലെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെത്തും. അതിന് പറയുന്ന പേരാണ് സനദ്. സനദും മദ്നും ഇത് രണ്ടും ചേർന്നതാണ് ഹദീസ്. സനദ് പഠിക്കൽ എല്ലാവർക്കും നിർബന്ധമല്ല. അത് ഹദീസ് പണ്ഡിതന്മാര് പഠിച്ചോളൂ. നമുക്കെന്തേ വിഷയമുള്ളൂ? മദ്നാണ് നമ്മുടെ വിഷയം. റസൂലുള്ളാഹി തങ്ങൾ ആ പറഞ്ഞ കണ്ടന്റ് പഠിക്കുക. സനദ് നോക്കിയിട്ടാണ് ഈ മദ്ൻ സ്വഹീഹാണോ ദഈഫാണോ എന്ന് വേർതിരിക്കുക. മനസ്സിലായോ? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവى. അതാണ് ഹദീസിന്റെ മദ്ൻ. അത് സ്വഹീഹാണോ എന്ന് പരിശോധിക്കുക അതിന് മുമ്പുള്ള സനദ് നോക്കിയിട്ടാണ്. പറഞ്ഞ ആൾ ആരിൽ നിന്ന് കേട്ടു, അയാൾ ആരിൽ നിന്ന് കേട്ടു. അപ്പൊ സനദിന്റെ പണ്ഡിതന്മാര് ഒരുപാട് എഴുമുള്ള ആൾക്കാരായിരുന്നു. അവർ ശരിക്കും പരിശ്രമിക്കുന്ന അധ്വാനിക്കുന്ന പണ്ഡിതന്മാരായിരുന്നു. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ എത്തുന്നത് വരെയുള്ള ഈ ചെയിനിൽ ആളുകളുണ്ടല്ലോ, ഓരോ ആളുകൾ. അതെന്താ പറയാ? റാവി. ഈ ചെയിനിലുള്ള ഓരോ വ്യക്തികൾക്ക് പറയുന്ന പേരാണ് റാവി. റിവായത്ത് ചെയ്ത റിപ്പോർട്ടർ എന്നതിന്റെ അർത്ഥം. റിപ്പോർട്ട് ചെയ്ത ആള് റാവി. ഈ ഓരോ റാവികളെ പറ്റിയും ഈ പണ്ഡിതന് പഠിക്കണം. ഇയാളെങ്ങനെ, ഏത് കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്, സത്യസന്ധനാണോ, ഇനി എന്തെങ്കിലും തെറ്റുകൾ കാണിക്കുന്ന ആളാണോ, ഇയാൾ പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റുമോ, അയാളെ കുറിച്ച് ആ നാട്ടിൽ അന്ന് ജീവിച്ച ആൾക്കാരൊക്കെ അഭിപ്രായങ്ങൾ എന്താണ്, ഇതെല്ലാം പഠിക്കണം. പിന്നെ അടുത്താളെ പറ്റി പഠിക്കണം, പിന്നെ അടുത്താളെ പറ്റി പഠിക്കണം. നമുക്ക് പഠിക്കൽ ആവശ്യമില്ലാത്ത ആൾക്കാരേ ഉള്ളൂ സനദിൽ. അവരിൽ തെറ്റും എന്തായാലും ഒരു ഹദീസിന്റെ സനദ് ഇങ്ങനെ വന്നു വന്ന് അവസാനം അവരോട് കേട്ടു, താബിയിൽ നിന്ന് കേട്ടു, ആ താബിയോട് നിന്ന് കേട്ടു, സഹാബിയിൽ നിന്ന് കേട്ടു, സഹാബിയോട് നിന്ന് കേട്ടു, റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് കേട്ടു. സഹാബിനെ പറ്റി നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല, അവരൊക്കെ ക്ലിയറാണ്. താബിയും ക്ലിയറാണ്, താബിയും ക്ലിയറാണ്. കാരണം എന്താ, അവർ ഖുറൂനുൽ മുഫദ്ദലയിൽപ്പെട്ട ആളുകളാണ്, ക്ലിയറാണ് അവർ. അതിന് ശേഷമുള്ള ആൾക്കാരെ സംബന്ധിച്ച് പഠിക്കണം. ആ പഠനത്തിൽ ഈ റാവികൾക്ക് എന്തെങ്കിലും ഒരു ദോഷമുണ്ട് എന്ന് ഒരു മുഹദ്ദിസിന് ബോധ്യപ്പെട്ടാൽ ആ മുഹദ്ദിസ് പറയും ഈ ഹദീസ് ദഈഫാണ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ, തെളിവ് പറയാൻ കൊള്ളൂല. മനസ്സിലായോ? അങ്ങനെയാണ് സ്വഹീഹിനെയും ദഈഫിനെയും മൗദൂഇനെയും പണ്ഡിതന്മാർ മുഹദ്ദിസീങ്ങൾ വേർതിരിച്ച് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഹദീസ്, പ്രധാനപ്പെട്ട ഹദീസിന്റെ കിതാബുകൾ ഏതൊക്കെയാണ്? എല്ലാം പോയോ? ഒന്നുകൂടെ
البخاري صحيح مسلم الترمذي النسائي سنن الترمذي سنن النسائي سنن أبو داود سنن ابن മാജ. ഇതാണ് പ്രധാനപ്പെട്ട 6 കിതാബുകൾ. അതിനെന്താ പറയാ? കുതുബുസ് സിത്ത. 6 പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഹദീസിന്റെ. ഇതിൽ 2 ഗ്രന്ഥങ്ങൾ പക്കാ സഹീഹാണ്. ഏതൊക്കെ? ബുഖാരിയും സഹീഹ് മുസ്ലിം. ബാക്കി 4 തെറ്റാണെന്നല്ല, പക്ഷെ ചില ഹദീസുകളൊക്കെ ദഈഫും ഉണ്ടായേക്കാം. റവാഹുൽ ബുഖാരി ഫീ സഹീഹിഹി. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതെന്താണ്? സഹീഹാണ്. അതേപോലെ ഇമാം മുസ്ലിമും. ബാക്കി 4 ആൾക്കാർ കിതാബിലോ ആണെങ്കിൽ ഒന്നും ചെയ്യണം, പരിശോധിക്കേണ്ടി വരും, സഹീഹാണോ ദഈഫാണോ എന്നത്. ഇതിൽ മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത് 2 ഇമാമുകൾ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ മുത്തഫഖുൻ അലൈഹി. അതായത് ഈ ഹദീസിനെ ഇമാം ബുഖാരിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സഹീഹ് മുസ്ലിം ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 ആൾക്കാരും പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഡബിൾ സ്ട്രോങ് ആണ്. ഇമാം ബുഖാരി സഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇമാം മുസ്ലിമും പറഞ്ഞു. മുത്തഫഖുൻ അലൈഹി എന്ന് അങ്ങനെയുള്ള ഹദീസിലാണ് പറയുക. ഈ 2 ഇമാമികളും അവരുടെ ഗ്രന്ഥത്തിൽ ഈ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് മുത്തഫഖുൻ അലൈഹി. എന്താ എഴുതാൻ പറ്റും? ഓക്കെ, അതാണ് ഈ ഹദീസ്. ഒന്നാമത്തെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുഹദ്ദിസുകൾ ആദ്യം എഴുതുന്ന ഹദീസ് നമ്മളിപ്പോൾ പറഞ്ഞ ഹദീസാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. കാരണം എന്താ? അത് നിയ്യത്തിനെ സംബന്ധിച്ച് പറയുന്ന ഹദീസാണ്. ഏത് കാര്യവും അല്ലാഹു പരിഗണിക്കുക നിയ്യത്തിനെ നോക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് അവർ കിതാബ് എഴുതുമ്പോഴും ആദ്യം എന്ത് ചെയ്യും? നിയ്യത്തിനെ സംബന്ധിച്ച് തന്നെ എഴുതുക. അൻ അമീറുൽ മുഅ്മിനീന അബി ഹഫ്സ് عمر بن الخطاب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى. حديث ابن عمر. എല്ലാവരും എഴുതിയിട്ടുണ്ടോ? എഴുതില്ല? എഴുതിനി പഠിച്ചിട്ടോ? കാണാതെ എന്താ അർത്ഥം? عن أمير المؤمنين أمير المؤمنين يا أبو حفص എന്ന കുഞ്ഞത്തുള്ള കുഞ്ഞത്ത് ഞാൻ പറഞ്ഞതല്ലേ? കുഞ്ഞത്ത് എന്താ? പെറ്റ്നെയിമല്ല, മക്കളിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികളിലേക്കോ വസ്തുക്കളിലേക്കോ ഒക്കെ ചേർത്ത് വിളിക്കുക. അങ്ങനെ അബു മുഹമ്മദ്, മുഹമ്മദിന്റെ ബാപ്പ, അബു ഫാത്തിമ, ഫാത്തിമന്റെ ബാപ്പ, അബു ഹുറൈറ, വീടില്ലേ, അതിന് കുഞ്ഞത്ത് എന്നാണ് പറയുക. അത് സുന്നത്താണ്. നമ്മൾ അങ്ങനെ പേര് വെക്കുന്നത് എന്തിലേക്കെങ്കിലും മുന്നിലേക്ക് ചേർത്ത് പറയുന്നത് സഹാബാക്കളുടെ രീതി ശൈലിയാണ്, സലഫുകളുടെ രീതിയാണ്. പെറ്റ്നെയിം ലഖബാണ്. ലഖബ് അമീറുൽ മുഅ്മിനീൻ അത് പെറ്റ്നെയിമാണ്. മനസ്സിലായോ? എന്താ അമീറുൽ മുഅ്മിനീന്റെ അർത്ഥം? മുഅ്മിനീങ്ങളുടെ അമീറായ അബു ഹഫ്സ്, ഹഫ്സിന്റെ ബാപ്പ. ഹഫ്സ് എന്ന് പറയുന്ന ഒരു മകൻ ഉമറിനുണ്ടോ? ഇല്ല. ഹഫ്സ് എന്ന് പറയുന്ന ഒരു മകൻ ഉമറിനില്ല. മകനിലേക്ക് ചേർത്ത് വിളിച്ചല്ല. ഹഫ്സ് എന്ന് പറഞ്ഞാൽ സിംഹം എന്നാണ് അർത്ഥം. അദ്ദേഹത്തിന്റെ ആ ധൈര്യവും ആ സ്വഭാവവും ഒക്കെ സിംഹത്തിനെ പോലെ ആയതുകൊണ്ട് അങ്ങനെ വിളിച്ചതാണ് അബു ഹഫ്സ്, സിംഹത്തിന്റെ ബാപ്പ. അപ്പൊ നമുക്ക് ഇവനെന്ത് വിളിക്കാൻ പറ്റും? ഈ ഉറങ്ങുന്ന ഉറങ്ങുക ഇവനെന്ത്
അനസിന്റെ ബാപ്പയായ അമീറുൽ മുഅ്മിനീനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല, അദ്ദേഹം പറഞ്ഞു, സമിഅ്തു, ഞാൻ കേട്ടു. സമിഅ്തു അദ്ദേഹം പറയില്ലേ, ഉമർ പറയാണ്. ഖാല, അദ്ദേഹം പറയുന്നു, സമിഅ്തു, ഞാൻ കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേട്ടു. യഖൂലു, നബി പറയുന്നു. അപ്പൊ എന്താ അർത്ഥം? നബി പറയുന്നതായി ഞാൻ കേട്ടു. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. എന്താ അർത്ഥം? ഇന്നമൽ അഅ്മാലു, തീർച്ചയായും അമലുകൾ, പ്രവൃത്തികൾ. അഅ്മാൽ എന്നത് അമൽ എന്ന വാക്കിന്റെ പ്ലൂറലാണ്. അമൽ പ്രവൃത്തി, അഅ്മാൽ പ്രവൃത്തികൾ. അത് നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണെങ്കിലും അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണെങ്കിലും ഒക്കെ അതിൽപ്പെട്ടു. മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ദിക്ർ ഒരു അമലാണ്. കൽബ് കൊണ്ട് ചെയ്യുന്ന അമലാണ് ദിക്ർ. പിന്നെയോ കൃപ, സ്നേഹം, വാത്സല്യം, ഇതൊക്കെ മനസ്സിലുള്ളത് വരുന്നതല്ലേ. അതൊക്കെ കൽബിന്റെ അമലാണ്. അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്ന അമലുകളും നിസ്കാരം, സദഖ, നോമ്പ്, ഹജ്ജ്, പാവങ്ങളെ സഹായിക്കുക, ഇതെല്ലാം പെട്ടു. അഅ്മാലുകളെല്ലാം പെട്ടു. ഇന്നമൽ അഅ്മാലു, ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും തീർച്ചയായും പരിഗണിക്കപ്പെടുക ബിന്നിയ്യാത്ത്, നീയത്തുകൾ കൊണ്ടാണ്. അത് ചെയ്യുന്ന ആളുടെ നീയത്ത് എന്താണോ അതിനനുസരിച്ചായിരിക്കും അല്ലാഹു ആ അമലിനെ സ്വീകരിക്കുക. അപ്പൊ അല്ലാഹു ആ അമലിനെ സ്വീകരിക്കണമെങ്കിൽ അത് ചെയ്യുന്ന ആളുടെ നീയത്ത് എന്തായിരിക്കണം? ശരിക്കും നമ്മുടെ നീയത്ത് എന്താ വേണ്ടേ? അള്ളാഹുവിന്റെ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമ്മളുടെ ആഗ്രഹം. നമ്മളെന്ത് ചെയ്താൽ, എന്ത് നന്മ ചെയ്താൽ നമ്മളത് ചെയ്യുന്നത് തന്നെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്, സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു അമൽ നമ്മൾ അങ്ങനെ ചെയ്താൽ അത് എന്റെ തൃപ്തി കിട്ടാനും സ്വർഗം കിട്ടാനും വേണ്ടിയാണോ ഇവൻ ചെയ്തത് എന്നാണ് അള്ളാഹു നോക്കുക. എന്ത് നോക്കുന്നതിന് മുമ്പ്? അമല് നോക്കുന്നതിന് മുമ്പ്. മനസ്സിലായോ? നമ്മളെ ചെയ്യുന്ന നിസ്കരിച്ച നിസ്കാരം, സുബഹ് നിസ്കാരം, ഈ ഫജ്ർ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നോക്കുന്നത് നമ്മളുടെ നീയത്തിലേക്ക്. എന്തിനാണ് ഇവൻ നിസ്കരിച്ചത്? ഒരാൾക്കാരെ കൊണ്ടുപോയി ഇവൻ സുബഹ് നിസ്കാരക്കാരനാണെന്ന് പറയിപ്പിക്കാനാണെന്നാണെങ്കിൽ പിന്നെ സ്വീകരിക്കൂല, അതിനെ വിട്ടു. അതേസമയത്ത് ഇവൻ നിസ്കരിച്ച് എന്തിനാണ്? എനിക്ക് അള്ളാഹിനെ തൃപ്തി കിട്ടണം. സുബഹ് നിസ്കരിക്കൽ ഈമാന്റെ അടയാളമാണ്. സുബഹ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ മുനാഫിക്കിന്റെ സ്വഭാവമാണ്. സുബഹ് നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ സ്വർഗത്തിന് അവകാശിയാണ്, മുമ്പിനാണ്. അവിടെ എനിക്ക് നിസ്കരിക്കണം, അവിടെ നീയത്തൊക്കെയാണ്. അങ്ങനെയാണ് നീയത്തെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? സുബഹിനെ അങ്ങനെയാണ് ഓരോ പ്രവർത്തിയും. ഒരാൾ സദഖ ചെയ്യും, ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കും. ഈ സദഖ അള്ളാഹു സ്വീകരിക്കുന്നതിന് മുമ്പ് അള്ളാഹു എന്ത് നോക്കും? ചെയ്ത ആളെ നീയത്ത് നോക്കും. ആ നീയത്ത് അള്ളാഹിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു കണ്ടാൽ ആ സദഖ അള്ളാഹു സ്വീകരിക്കും. ഇനി അതല്ല, ഇയാൾ ഭയങ്കര കൊടുക്കുന്ന ആളാണ്, നാട്ടുകാരൊക്കെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും സ്വീകരിക്കില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. എന്ത് ചെറുതാവട്ടെ വലുതാവട്ടെ എന്താണ്. അതുകൊണ്ട് നന്മ മനസ്സിലായോ? ഗുഡ് ഡേയ്സ് അത് ആണെങ്കിൽ നീയത്തുണ്ടായിക്കോളും. മനസ്സിലായോ? കൂടിയിട്ടു. നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ നരകം കത്തിച്ച് തുടങ്ങുന്നത്, നരകം കത്തിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് മൂന്നാൾക്കാരെ കൊണ്ടാണ്.
ആ 3 ആൾക്കാരുടെ പ്രത്യേകത അവർ നീയത്തിനെ മാറ്റി എന്നുള്ളതാണ്. ഒരു ഷഹീദ് ജിഹാദ് ചെയ്തിട്ട് ഷഹീദായ ആള്, പക്ഷെ അള്ളാഹു അയാളെ നീയത്ത് നോക്കും. അപ്പോഴത്തേക്ക് എന്തല്ല, അള്ളാഹിന്റെ തൃപ്തിയല്ല ഉദ്ദേശിച്ചത്, ആൾക്കാർ അവനെ പറ്റി നല്ലത് പറയാനാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അള്ളാഹു സ്വീകരിക്കില്ല. മറ്റൊന്ന് വലിയൊരു ആര്യമാണ്, പണ്ഡിതൻ. ഓരോ നീയത്ത് നോക്കുമ്പോൾ അള്ളാഹിന്റെ തൃപ്തിയല്ല ഓരോ നീയത്ത്. പിന്നെയോ ആൾക്കാർ അവനെ പറ്റിയിട്ട് ഭയങ്കര പണ്ഡിതനാണെന്ന് പറയാനാണ്. പിന്നെ ഒരാള് ധർമ്മിഷ്ഠൻ, പണക്കാരൻ, ഇഷ്ടംപോലെ പൈസ ചിലവാക്കി, പക്ഷേ നീയത്ത് മാറിപ്പോയി. അള്ളാഹിന്റെ തൃപ്തിയല്ല, ആൾക്കാർ അവനെ പറ്റി എന്ത് പറയണം, ഭയങ്കര കൊടുക്കുന്നതാണെന്ന് പറയണം. ഈ 3 ആൾക്കാരെ കൊണ്ടാണ് അള്ളാഹു നരകം കത്തിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് നന്മ ചെയ്യുമ്പോഴും ആദ്യം എന്ത് ശരിയാക്കണം, നീയത്ത് ശരിയാക്കണം. അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി എന്ന് കരുതിയിട്ട് മാത്രമേ എന്ത് അമലും ശരിയാവും. അതാ പറഞ്ഞത്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അമലുകളെല്ലാം പരിഗണിക്കപ്പെടുക നീയത്തുകളെ പരിഗണിച്ചുകൊണ്ടാണ്. അർത്ഥം മനസ്സിലായോ? നീയത്തിന്റെ ജംആണിത് നിയ്യാത്ത്. ജംഅ മീൻസ് ബഹുവചനം. പ്രഭാഷണം എന്താ പറയാ? ബഹുവചനം തന്നെ ഇംഗ്ലീഷ് അല്ലേ? ബഹുവചനം മനസ്സിലായില്ലേ? അമലിൻ്റെത് അഅ്മാൽ, നിയ്യത്തിൻ്റെത് നിയ്യാത്ത്. ഇന്നമ എന്തിനാ വരുന്നത്? തീർച്ചയായും എന്നത് ഇന്നയാണ്. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും. അതിന്റെ കൂടെ മാ ചേർത്താൽ മാത്രം എന്നർത്ഥം കിട്ടും. അപ്പൊ ഇവിടെ ഇന്നമ ഉള്ളത് കൊണ്ട് എന്തർത്ഥായി? ഇന്നമൽ അഅ്മാലു, തീർച്ചയായും അമലുകൾ, ബിന്നിയ്യാത്ത്, നിയ്യത്തുകളെ കൊണ്ട് മാത്രമാകുന്നു പരിഗണിക്കപ്പെടുന്നത്. ഇംഗ്ലീഷിലുള്ള അർത്ഥം ഒന്നും കൂടി നോക്കിയാൽ മതി. ഹദീസിന്റെ അപ്പൊ ശരിക്കും മനസ്സിലാവും. ഇമ്ര എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ആളുകൾ. കുല്ലെന്ന് പറഞ്ഞാൽ എല്ലാം. അവൻ ലികുല്ലിംരിഇൻ, എല്ലാ മനുഷ്യർക്കുമുണ്ട്. ഇന്നമാ ലികുല്ലിംരിഇൻ, തീർച്ചയായും എല്ലാ മനുഷ്യർക്കുമുണ്ട്. മാ നവാ, മാ ഒന്ന്. എന്തുണ്ട്? മാ ഒന്നുണ്ട്. നവ, അവൻ അത് കരുതി. നവ എന്ന് പറഞ്ഞാൽ നിയ്യത്ത് ചെയ്തു. അവൻ എന്താണോ നിയ്യത്ത് ചെയ്തത് അത് മാത്രമേ ആളുകൾക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? നിയ്യത്ത് കൊണ്ടേ അള്ളാഹു എന്ത് ചെയ്യും? അമലുകളെ പരിഗണിക്കുള്ളൂ. മനുഷ്യൻ എന്താണോ നിയ്യത്ത് ചെയ്യുന്നത് അത് മാത്രമേ അവന് കിട്ടുകയും ഉള്ളൂ. തീർച്ചയായും എല്ലാ ഓരോ മനുഷ്യർക്കും ഉണ്ട്. മാനവ, അവൻ എന്ത് കരുതിയോ അത്. മനസ്സിലായോ? അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും ആദ്യം എന്ത് ശരിയാക്കണം? നിയ്യത്ത് ശരിയാക്കണം. നിയ്യത്തിന്റെ ഒരു പ്രത്യേകത, നിയ്യത്ത് ശരിയാക്കൽ കൊണ്ടുള്ളൊരു ഗുണം, ആദത്തുകളെ ഇബാദത്താക്കി മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. എന്താണ് ആദത്ത് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൊതുവെ ചെയ്യുന്ന കാര്യങ്ങൾ, തിന്നുക, ഉറങ്ങുക, കളിക്കുക, ഇതൊക്കെ ഇതാണ് ആദത്ത്. അതിനെ നമുക്ക് ഇബാദത്താക്കി മാറ്റാം നിയ്യത്ത് കൊണ്ട്. എങ്ങനെ? തിന്നുകയാണ്. തിന്നുന്നതിന് വേണ്ടിയിട്ടാണ്, എനർജി കിട്ടാനുണ്ട്, ആരോഗ്യം കിട്ടണം. നിയ്യത്ത് എന്താക്കാം? ഈ ഭക്ഷണം കഴിക്കുന്നതിലൂടെ എനിക്ക് കിട്ടുന്ന ഈ ആരോഗ്യം കൊണ്ട് ഞാൻ അള്ളാഹുവിനെ കൂടുതൽ ഇബാദത്ത് ചെയ്യും എന്ന നിയ്യത്തോടുകൂടി ഭക്ഷണം കഴിച്ചാൽ അതെന്തായി മാറി? ഇബാദത്തായി, കൂലി കിട്ടുന്ന പ്രവൃത്തിയായി മാറി. കളിക്കാൻ പോവാണ് വൈകുന്നേരം. അപ്പൊ നിയ്യത്ത് വെക്കുക, ഈ കളിച്ചു കിട്ടുന്ന ആരോഗ്യം എന്തിനുപയോഗിക്കണം? അള്ളാഹ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. കൂലി കിട്ടി, കളിയുമായി എന്തുണ്ട്? കൂലിയായി. മനസ്സിലായോ? അതുകൊണ്ട് നിയ്യത്ത് ഏത് വിഷയത്തിലും വേണം. ആദ്യത്തെ ഉറങ്ങാൻ പോവാണ്, ഉറങ്ങുന്നതിന് റെസ്റ്റ് അല്ലേ? എന്തിനാ റെസ്റ്റ്? കുറച്ചും കൂടി ഉഷാറാവണം, കുറച്ചും കൂടി ഇബാദത്ത് ചെയ്യണം.
ആ നീയത്തിൽ ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം കിട്ടി, വിവാദത്ത് വരും, കൂലിക്ക് വരും. ആദത്തുകളെ വിവാദത്താക്കി മാറ്റും എന്ത് നീയത്ത്. ഇത് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് മുസ്ലിമിന് മാത്രമേ കിട്ടുള്ളൂ. ഒരു കാഫറും ഉറങ്ങി, നമ്മളും ഉറങ്ങി, എ സിയുടെ റൂമിൻ്റെ രണ്ടാക്കുന്നുണ്ട്, രണ്ടാളും സുഖമായിട്ട് ഉറങ്ങി, ഉറക്കി രണ്ടാക്കും കിട്ടി, കൂലിയോ മുസ്ലിമിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കാരണം പിന്നെ വല്ല അമ്മാരും ആ മുസ്ലിമിന്റെ നീയത്ത് ഓക്കെ. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നീയത്തിന് ഒരു ഉദാഹരണം പറഞ്ഞു. എന്താ ഹദീസിന്റെ ബാക്കി എവിടം വരെ എഴുതിയത്? فمن كانت ഹദീസിന്റെ വാക്യം കേട്ടോ, ഒരുമിച്ച് പഠിക്കണം. ഹിജ്റതുഹു ജീവമാണ്. ഇലല്ലാഹി വറസൂലിഹി ومن كانت هجرته إلى الله ورسوله. ഇത് മനസ്സിലാകുന്നതാണ്. وهجرته إلى الله ورسوله. فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله. فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله. ഇതൊരു ഉദാഹരണമാണ് ഈ ഹദീസിൽ. ഇനി കുറച്ചും കൂടി ഉണ്ട്. ഈ ഹദീസിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ വിശ്വാസങ്ങൾ പറഞ്ഞ ഒരു ഉദാഹരണം. അതായത് ഹിജറ. ഹിജറ എന്ന് പറഞ്ഞാൽ എന്താ? മക്കത്തിൽ നിന്ന് മദീനയിലേക്ക് പോയത്. അതായത് ഒളിച്ചോട്ടമാണ് ദീനിന് വേണ്ടി. മക്കത്ത് ദീനനുസരിച്ച് ജീവിക്കാൻ തങ്ങളെ കുറേശ്ശികൾ സമ്മതിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? മദീനത്തേക്ക് നാടും വീടും സ്വത്തും കുടുംബവും എല്ലാം ഒഴിവാക്കിയിട്ട് പോയി. അതാണ് ഹിജറ. അപ്പൊ അങ്ങനെ പോയ ഒരാള് ഫമൻ കാനത്ത് ഹിജറത്തുഹു, ഒരാളുടെ ഹിജറ ആണെങ്കിൽ, ആ പോക്കാണെങ്കിൽ എങ്ങോട്ട്? ഇലല്ലാഹി വറസൂലി, അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കുമാണെങ്കിൽ, അതായത് അള്ളാഹെ പരിഗണിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ റസൂലിനെ പരിഗണിച്ചുകൊണ്ടും ആ രണ്ടും അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഹിജറ പോയതെങ്കിൽ ഫഹിജറത്തുഹു, അപ്പോൾ അവന്റെ ഹിജറ ഇലല്ലാഹി വറസൂലി, അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും തന്നെയാണ്. അതായത് ഒരു നീയത്തോക്കെയാണ്. ഒരു ഹിജറ പോകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? അള്ളാഹ് അനുസരിക്കണം, റസൂലുള്ളാഹിന്റെ സുന്നത്തനുസരിക്കണം. അങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോയി അവിടെ എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന നീയത്തോടു കൂടിയാണ് പോയതെങ്കിൽ ഓന്റെ ഹിജറ ഓക്കെയാണ്. ഹിജറത്തുഹു ഇലല്ലാഹി വറസൂലി, ഓന്റെ ഹിജറ അള്ളാഹിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും തന്നെയാണ്. അതിന്റെ കൂലി ഒരു കൃത്യമായിട്ടും കിട്ടും.
മടക്കീരിയിൽ ഫിത്ന വന്നു. തൗഹീദ് പറയാൻ പറ്റുന്നില്ല, തൗഹീദനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല, സുന്നത്തനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ ആളുകൾ സമ്മതിക്കുന്നില്ല. നമ്മൾ ഫിത്നയിൽപ്പെട്ടു പോവാണ്, ഫസാദിലായി പോവാണ് എന്ന് ഉറപ്പായാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഹിജ്റ ചെയ്യണം. എവിടെയാണോ നമുക്കത് സാധിക്കുക അവിടത്തേക്ക് പോകണം. അപ്പൊ അങ്ങനെ പോവാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചപ്പോ നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ വന്നു. എങ്ങോട്ടേക്ക് പോവാം? സുന്നിക്കുപ്പയിലേക്ക് പോകും, അതല്ല മൈസൂരിൽ പോകും, അതല്ല ബാംഗ്ലൂരിൽ പോകണം. അപ്പൊ ഒരുത്തൻ പറഞ്ഞു ബാംഗ്ലൂരിൽ പോവാം, കാരണം അവിടെ പോയാൽ കുറച്ച് ബിസിനസ്സെല്ലാം നടന്നു, കുറച്ച് കച്ചവടങ്ങൾ നടന്നു, കൂടാതെ നല്ലത്. അങ്ങനെ ബാംഗ്ലൂരിലേക്ക് പോയി. ഓന്റെ ഹിജറത്തല്ല, അമ്മാലേക്കും അമ്മാന്റെ റസൂലിലേക്കുള്ള ഹിജറയല്ല. മുമ്പ് വിശ്വസിക്കാൻ വേണ്ടിയില്ല. എന്ത് മാറി? നീയത്ത് മാറി. അതായി പറഞ്ഞു. അതേസമയത്ത് അപ്പം വേറെ ആൾ പറഞ്ഞു, വേണ്ട, നമുക്ക് മൈസൂരിലേക്ക് പോവാം. മൈസൂരാകുമ്പോൾ കുറച്ചും കൂടി നല്ല മനുഷ്യന്മാർ അവിടെ ഉണ്ട്, നല്ല സെൽഫികളുണ്ട്, നല്ല പള്ളി മദ്രസൊക്കെ ഉണ്ട്, അവിടെയാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് നീം കിട്ടും എന്ന് പറഞ്ഞിട്ട് മൈസൂരിലേക്ക് പോയി. ഓന്റെ ഹിജറ ഇതല്ലാഹി അവിടെ നീയത്തൊക്കെയാണ്. നമുക്ക് മനസ്സിലായി. അവിടെ ഈ ഭാഗം പറഞ്ഞു കാലത്ത് ഹിജറത്തു, ഒരുത്തന്റെ ഹിജറ ആണെങ്കിൽ, അർത്ഥം പഠിച്ചു വെക്കണേ, ഒരുത്തന്റെ ഹിജറയാണെങ്കിൽ ഇലല്ലാഹി വറസൂലി, അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും ആണെങ്കിൽ. അഥവാ അവരുടെ നീയത്ത് ക്ലിയർ ആണെങ്കിൽ, എന്താ നീയത്ത്? അള്ളാഹനെ കിട്ടണം, അള്ളാഹുന്റെ റസൂലിനെ കിട്ടണം, അള്ളാഹ് പറയും പോലെ ജീവിക്കണം, അള്ളാഹ് റസൂല് പറയും പോലെ ജീവിക്കണം. ഈ നീയത്തിലാണ് ഒരുത്തന് ഹിജറ പോയതെങ്കിൽ ഫഹിജറത്തു, അവന്റെ ഹിജറ ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹിലേക്കും അള്ളാഹുന്റെ റസൂലിലേക്കും തന്നെ. എന്നാലോ ബാക്കി എഴുതില്ലേ? അടുത്താഴ്ച ഹദീസ് പഠിച്ചു കേൾക്കട്ടെ. വെറുതെ ആയിക്കോളും. ومن كانت هجرته إلى دنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه. ومن كانت هجرته إلى دنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه. ومن كانت هجرته إلى دنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه. متفق عليه. ഗൂഗിളിൽ നിന്ന് അടിച്ചെടുത്താൽ മതി സാധനങ്ങൾ.
അല്ലേ? എന്താ അർത്ഥം? ഒമൻ കാനത്ത് ഹിജറത്തുഹു, ഇനി ആരുടെയെങ്കിലും ഹിജറ ആണെങ്കിൽ ഇലാ ദുനിയ യുസീബുഹ, ഇലാ ദുനിയ, ദുനിയാവിലേക്ക്, യുസീബുഹ അവന് ലഭിക്കുന്ന, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹിജറ പോകാൻ എന്തായാലും തീരുമാനിച്ചു. അപ്പൊ ഇന്ന സ്ഥലത്തേക്ക് പോയാൽ നമുക്ക് ദുനിയാവിന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടാൻ ചാൻസ് ഉണ്ട്, കച്ചവടം അല്ലെങ്കിൽ വേറെന്താ, എഡ്യൂക്കേഷൻ, എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ദുനിയാവിലുള്ള മറ്റെന്തെങ്കിലും സൗകര്യങ്ങളും ഗുണങ്ങളും കിട്ടും എന്നൊരുത്തൻ നീയത്ത് വെച്ചാൽ, അല്ലെങ്കിൽ അഭിപ്രായത്തിൽ അവന് കല്യാണം കഴിക്കാനുള്ള ഒരു പെണ്ണിനെ കിട്ടും എന്നൊരുത്തൻ നീയത്താക്കിയാൽ. അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് ഇവിടെ പോകുന്നത്? നിഹാല് ഹിജറ പോകാൻ തീരുമാനിച്ചു. മുസ്തഫ പറഞ്ഞു നമുക്ക് ഹിജറക്ക് പോവാം. അപ്പൊ വീട്ടില് ഒരു മഷൂറ, എങ്ങോട്ടേക്ക് പോവാം? പിന്നെ നൗഫല് പറഞ്ഞു നമുക്ക് മൈസൂരിൽ പോവാം, കാരണം അവിടെ ആകുമ്പോൾ കുറച്ച് പള്ളിയും മദർസയും കുറച്ച് നല്ല സലഫി സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. നിഹാല് ഇതെന്ത് ചെയ്തു? ഉപ്പ പോവാന്ന് പറഞ്ഞതിന് മുമ്പേ ഒന്ന് തീരുമാനിച്ച് റെഡിയായി വെച്ചിട്ടുണ്ട്. അതുപോലെ പെണ്ണുള്ളത് ബാംഗ്ലൂരാണ്. അപ്പൊ അവിടെ പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഓളെ കാണാം, ഓളെ കെട്ടാം, ഓളെ ജീവിക്കാം. ആ നീയത്തിട്ട് നിഹാല് പറഞ്ഞു പുസ്തകം നമുക്ക് ബാംഗ്ലൂരിലേക്ക് പോവാം. മോൻ പറയുന്നത് ഇതറ പോകാനല്ലേ, ബാംഗ്ലൂരേക്ക് വിട്ടു, നോമ്പറിന് മൈസൂരേക്ക് വിട്ടു. ഇതിൽ കൂടിയിട്ട് നടക്കാം മൈസൂറിലേക്ക് വേണ്ടി, കാരണം നീയത്ത് ഓക്കെയാണ്. നോമ്പ് പോയെന്തിനാ? പെണ്ണിട്ടാണ്, പെണ്ണ കിട്ടും, പക്ഷെ അത് കിട്ടില്ല, ഇതറ കിട്ടില്ല. മനസ്സിലായോ? സഹാബാക്കൾ അങ്ങനെ ചെയ്തു. മക്കത്തിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോവാൻ തീരുമാനിച്ചപ്പോ ഈ സഹാബിക്ക് ഒരു പെണ്ണിനെ ഇഷ്ടമായിരുന്നു. സഹാബി ഇഷ്ടപ്പെട്ടതല്ല, ജാഹിലിയ്യത്തിൽ, ജാഹിലിയ്യത്ത് എന്ന് പറഞ്ഞാൽ ദീനാകുന്നതിന് മുമ്പ് ആ പെണ്ണ് മദീനത്തുണ്ട്. അപ്പൊ ഇയാൾക്ക് തോന്നി മദീനത്തേക്ക് തന്നെ പോവാം, കാരണം എന്ത് പറ്റും, ഇത്രയുമായി അവിടെ പോയാൽ അവിടെ എന്ത് ചെയ്യാം, പറഞ്ഞ് എന്റെ കല്യാണക്കാരും ഇപ്പൊ ഉറച്ചു വരില്ല, മദീനത്തേക്ക് പോവുകയും ചെയ്യാം, പിന്നെ എന്ത് ചെയ്യാം, ആ പെണ്ണിനെ കല്യാണം കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു സഹായം പോയി. അപ്പോഴേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരാൾ പോയാൽ അപ്പോൾ അവന്റെ ഹിജറ ഇലാ മാ ഹാജറ ഇലൈഹി, ഓനെന്തിനാണോ പോയത് അത് കിട്ടും, ഓനെന്തിനേക്കാണോ പോയത് അതിലേക്കായിരിക്കും. നേരത്തെ പറഞ്ഞെന്താ? ഫഹിജറത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹ്ക്കും അള്ളാഹുവിന്റെ റസൂലിനും വേണ്ടിയിട്ടാണ് ഹിജറ പോയതെങ്കിൽ ഓൻ അള്ളാഹിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും തന്നെ ഹിജറ പോയവരാണ്, നീയത്തൊക്കെയാണ്. എന്നാൽ ദുനിയാവ് കിട്ടാനോ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടോ ആണ് പോകുന്നതെങ്കിൽ ഓൻ ഏതിലേക്കാണോ പോയത് അതോനിക്കും. മനസ്സിലായോ? അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും എന്ത് വേണം? നീയത്ത് വേണം. അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമ്മളുടെ നീയത്ത് ഏത് കാര്യത്തിൽ. എങ്കിലൊക്കെ ഇബാദത്താവും. ആ അമലിനെ മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ, അള്ളാഹു കൂലി തരികയുള്ളൂ. മുത്തഫഖുൻ അലൈഹി. ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അവിടെ എവിടെ മുത്തഫഖുൻ അലൈഹി കണ്ടാലും അത് മനസ്സിലാക്കിക്കൊള്ളാം. മനസ്സിലായല്ലോ? ഇനി അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങളുടെ ഹദീസ് പറഞ്ഞു കേൾക്കണം. നിഹാലെ പഠിച്ചിട്ട് വരണം എല്ലാവരും. عن أمير المؤمنين أبي حفص عمر بن الخطاب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته إلى دنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه. متفق عليه. مسلم